മലയാളി ഫ്രം ഇന്ത്യ എങ്ങനെയുണ്ട് മനോജ് ബ്രോ? മലയാളി ഫ്രം ഇന്ത്യ സൂപ്പർ സിനിമയാണ്, എല്ലാവരും കാണേണ്ട സിനിമയാണ്. മിസ് ചെയ്താൽ വളരെ നഷ്ടമെന്ന് പറയാം ഈ സിനിമയിൽ. അപ്പോൾ നല്ല അഭിനയമാണ് നിവിൻ പോളിൻ്റെ. മലയാളി ഫ്രം ഇന്ത്യ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാനത് പറഞ്ഞോട്ടെ ബ്രോ, അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ എല്ലാവരും കാണേണ്ട സിനിമയാണ്. നിവിൻ പോളിയുടെ അഭിനയ ജീവിതത്തിൽ തന്നെ ഒരു നായകെല്ലാം പോകുന്ന സിനിമയായിരിക്കും. കാരണം അഭിനയത്തിൻ്റെ നെടുന്തൂടുന്ന ഗംഭീര പെർഫോമൻസ് ആണ്. തീ പാർന്നൊരു ഇടിമിന്നൽ പെർഫോമൻസ് തന്നെയാണ് നിവിൻ പോളി അഭിനയിച്ചിരിക്കുന്നത്. തുറമുഖമാണെങ്കിലും നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും 1983 ആണെങ്കിലും മികച്ചൊരു സിനിമയായിരുന്നു. അപ്പോൾ ഗംഭീര പെർഫോമൻസുള്ള സിനിമയാണ്. ഡിജോ ജോസിൻ്റെ മികച്ച ഡയറക്ഷൻ ആണെങ്കിലും വർക്കൗട്ടായി പോയിട്ടുണ്ട്. നിവിൻ പോളിയുടെ ഒരു കരിയർ സിനിമയാണ്. അപ്പോൾ നിവിൻ പോളിയെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും 1983 ശേഷം മികച്ചൊരു ഫാമിലി കോമഡി ഇമോഷണൽ ഫാമിലി സിനിമയാണ് ഈ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ. മലയാളി പൊളിയാണേ മലയാളി അടിപൊളിയാണേ വച്ചാന്മാരെ മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളിയുടെ കോമഡിയാണ്, ഇമോഷൻസ് ആണ്, ഫാമിലി സിനിമ. അപ്പോൾ നമുക്ക് ആട്ടയത്തോട് കൂടി ചോദിക്കാം അവസാനമായിട്ട്. ഗംഭീര പടം. കാരണം എന്ന് വെച്ചാൽ മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ അല്ലേ? സൂപ്പർ. ഈ സിനിമകളല്ലേ അവിടെ എത്ര ദൂരെ ടൈഗർ എണ്ണ എന്നല്ല, മനോജ് കുമാറാണ് ഈ സിനിമ. എന്തായാലും ഞാൻ കുറെ മെസ്സേജ് അയച്ചാല് നോക്കിയിട്ടില്ല മെസ്സേജ്. അവനെങ്ങനെയാണോ? കാരണം ഭയങ്കര തിരക്കുള്ള ആളല്ലേ? തിരക്കുള്ള ആള്. ഞാൻ പറഞ്ഞു തൊപ്പിന്റെ ഒന്ന് നമ്പർ തരാം, എനിക്ക് പരിചയം. എന്തായാലും പടത്തിനെ കുറിച്ച് പറയാം. റിവ്യൂ നല്ല പടം, ഗംഭീര പടം, ഗംഭീരം. നിവിൻ പോളി പൊളിയാണ്, മലയാളി പൊളിയാണ്. ഡയറക്ടർ എങ്ങനെയുണ്ട്? നല്ലതാണ്. സംവിധാനം കഴിഞ്ഞ വർക്കാണെങ്കിലും ഗംഭീരമായിരുന്നു. ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റ്, നല്ല വർക്കൗട്ട് ചെയ്തിരിക്കുന്ന മൂവി. കഥയെ പറ്റി എന്താ പറയാ? കഥയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു കഥയാണ്, കണ്ടിരിക്കാവുന്നതാണ്. വെറൈറ്റി ത്രെഡ് പറയാം. എന്താണ് ത്രെഡ്? നമുക്ക് മൊത്തം പറയാൻ പറ്റില്ല. കാരണം ഇത് ഇന്ന് നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ കുറെ കുതന്ത്രങ്ങൾ തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഈ സിനിമ എല്ലാവരും കാണണം. പച്ചയായ ഒരു സിനിമയാണ്, മലയാളികളും കാണുന്ന സിനിമയാണ്. കാരണം എന്ന് വെച്ചാൽ അപ്പൊ ഏതൊരു ഇന്ത്യക്കാർക്ക് ഇടയിൽ ഒരു മലയാളി ഉണ്ടാവും. അപ്പൊ മലയാളിയെ സ്നേഹിക്കുന്നവർ, മലയാളി തത്വത്തെ സ്നേഹിക്കുന്നവർ, ഓരോ ഗൾഫ് നാട്ടിലും ഓരോ മലയാളി ഉണ്ടാവും, ഓരോ അന്യദേശത്തും ഒരു മലയാളി ഉണ്ടാവും. എൻ്റെ അച്ഛൻ താമസിക്കുന്നത് ഗൾഫിലാണ്, അപ്പോൾ അവിടെ ഒരു മലയാളി ഉണ്ടാവും. ഓരോ ഗൾഫ് മലയാളിയും തീർച്ചയായിട്ടും കാണേണ്ട നിവിൻ പോളിയുടെ ഗംഭീര പെർഫോമൻസ് ആണ്. വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഓടി സക്സസ് ആണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു നിവിൻ പോളി ചിത്രം വന്നിരിക്കുകയാണ്. ഗംഭീര പെർഫോമൻസ് ആണ്. അപ്പോൾ നിവിൻ പോളിയുടെ മസ്റ്റ് വാച്ച് എൻഗേജിങ് പെർഫോമൻസ് ആണ്. നിവിൻ പോളിയുടെ ഒരു അഭിനയത്തിൻ്റെ പകർന്നാട്ടം എന്ന് തന്നെ പറയാം. നിവിൻ പോളിയുടെ ഒരു 1 man ഷോ പെർഫോമൻസ് ആണ്. നിവിൻ പോളിയെ സ്നേഹിക്കുന്നത് ധൈര്യമായിട്ട് കാണേണ്ട സിനിമയാണ്. താങ്ക് യു. റേറ്റിംഗ് ഒരു 5 എത്ര കൊടുക്കാം? റേറ്റിംഗിന് അത് പറയാൻ പറ്റില്ല. 5 ഇപ്പൊ ഫസ്റ്റ് ഷോ കണ്ടല്ലോ. 5 എത്രയുണ്ട് പറ? 5 നീ പറഞ്ഞോ? 4. ഓക്കെ. ചേട്ടൻ്റെ പറ, എത്രയെന്ന് പറ. നീ പറഞ്ഞ പോലെ ഇരിക്കട്ടെ, നമ്മൾ ഒരുമയോടെ പോയാലോ. ഇത് പറഞ്ഞോ. 4 തന്നെ കിടക്കട്ടെ. ഓക്കെ, താങ്ക് യു.